എല്ലാ ദിവസവും കൃഷ്ണനെ കാണാനും കൃഷ്ണനോട് സംസാരിക്കാനും കഴിഞ്ഞിരുന്ന രണ്ടു പേരാണ് കുറൂരമ്മയും വില്ലുമംഗലത്ത് സ്വാമിയാരും. കുറുമ്പ് കാണിക്കുന്ന ഒരു കുസൃതിക്കുട്ടന്റെ രൂപത്തിലാണ് കണ്ണൻ കുറൂരമ്മയ്ക്ക് ദർശനം കൊടുത്തിരുന്നത്. പൂജയ്ക്ക് സാധനങ്ങൾ ഒരുക്കാനും നിവേദ്യങ്ങൾ വെക്കാനും ഒക്കെ കണ്ണൻ കുറൂരമ്മയെ സഹായിക്കുമായിരുന്നു. അടുത്ത വീട്ടിലെ കുട്ടിയാണെന്നാണ് കുറൂരമ്മ വിചാരിച്ചിരുന്നത്. ഒരു ദിവസം നിവേദ്യ പത്രത്തിൽ കൈയിട്ട് വാരി പാൽപ്പായസം കട്ട് തിന്നുന്ന കണ്ണനെ കുറൂരമ്മ കയ്യോടെ പിടികൂടി. ശിക്ഷയായി അടുക്കളയിൽ കൊണ്ടുപോയി കരി പിടിച്ച ഒരു ചെമ്പ് കൊണ്ട് മൂടി വെച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ദേഹം മുഴുവൻ കരിയുമായി കണ്ണൻ വില്ലുമംഗലത്തിനടുത്തെത്തി. കാര്യം മനസ്സിലായ സ്വാമിയാർ, എന്തിനാ കണ്ണ കുറുമ്പ് കാണിക്കണേ, അതുകൊണ്ടല്ലേ കുറൂരമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചു. അതിന് അമ്മ ഉണ്ടാക്കുന്ന പായസത്തിന് എന്തൊരു രുചിയാ, മണം കേട്ടാൽ തന്നെ കൊതിയാവും, പിന്നെ എങ്ങനെ പൂജ കഴിയുന്നവരെ കാത്തിരിക്കും എന്ന് കണ്ണൻ മറുപടി പറഞ്ഞത്രേ. കണ്ണന് കുറൂരമ്മയോടുള്ള സ്നേഹം തെളിയിക്കുന്ന വേറൊരു കഥയുണ്ട് കേട്ടോ. ഒരിക്കൽ ഒരു തിരുമേനി കലശലായ വയറുവേദനയുമായി വില്ലുമംഗലത്തിനെ കാണാനെത്തി. കണ്ണനെ ഇനി കാണുമ്പോൾ എന്റെ ഈ വേദന ഒന്നും മാറ്റിത്തരാൻ പറയണേ, സഹിക്കാൻ വയ്യാണ്ടായിരിക്കണോ എന്ന് സങ്കടം പറഞ്ഞു. അന്ന് പൂജാ സമയത്ത് കണ്ണൻ വന്നപ്പോൾ സ്വാമിയാർ ഈ വിഷയം കണ്ണന്റെ മുൻപിൽ അവതരിപ്പിച്ചു. പാവമാണ് കണ്ണ, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അപേക്ഷിച്ചു. അയാൾ അനുഭവിക്കുന്ന വേദന അയാളുടെ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലമാണ്, ഉടനെ അത് മാറ്റിക്കൊടുക്കാൻ വിഷമമായിരുന്നു എന്നാണ് കണ്ണന്റെ ഗൗരവത്തിലുള്ള മറുപടി. സ്വാമിയാർ ഈ കാര്യം അറിയിച്ചപ്പോഴൊക്കെ ഭഗവാന്റെ ഇഷ്ടം എന്ന് മാത്രമേ തിരുമേനി മറുപടി പറഞ്ഞുള്ളൂ. ഈശ്വര നിശ്ചയം ഉണ്ടാകണം. 2 ദിവസം കഴിഞ്ഞ് ആ തിരുമേനി കുറൂരില്ലത്തെ എത്തിപ്പെടാനിടയായി. അവിടെ വെച്ച് വീണ്ടും അദ്ദേഹത്തിന് കലശലായ വയറുവേദന വന്നു. യാദൃശ്ചികമായി അത് കാണാനിടയായ കുറൂരമ്മയ്ക്ക് തിരുമേനിയോട് ദയ തോന്നി. താൻ കണ്ണന് നേദിച്ച പാൽപ്പായസത്തിൽ നിന്ന് കുറച്ചെടുത്ത് അമ്മ തിരുമേനിക്ക് കൊടുത്തു. കണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് അച്യുതാനന്ദ ഗോവിന്ദ മാധവ എന്ന് ജപിച്ച് ഈ നിവേദ്യം കഴിച്ചോളൂ, എന്റെ കണ്ണനൊക്കെ മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, പാൽപ്പായസം കഴിച്ചതും തിരുമേനിയുടെ വയറുവേദന പൂർണ്ണമായി മാറി. പിന്നീട് വില്ലുമംഗലത്തിനെ കണ്ടപ്പോൾ തന്റെ അസുഖം മാറിയ കഥ തിരുമേനി വർണ്ണിച്ചു. താൻ പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം കുറൂരമ്മ പറഞ്ഞപ്പോൾ കണ്ണൻ നടത്തിക്കൊടുത്തു എന്നറിഞ്ഞ് സ്വാമിയാർക്ക് കണ്ണനോട് ചെറിയ പരിഭവം തോന്നി. സ്വാമിയാർ കണ്ണനോട് ഇങ്ങനെ പറഞ്ഞു: കണ്ണാ, രാവും പകലും ഞാൻ നിന്നെ മാത്രം ഭജിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ കുറൂരമ്മ പറഞ്ഞത് നീ കേട്ടു, അത് നടത്തിക്കൊടുത്തു അല്ലേ? ഇത്രയേ ഉള്ളൂ നിനക്ക് എന്നോടുള്ള സ്നേഹം. ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കണ്ണൻ ഇങ്ങനെ പറഞ്ഞു: അങ്ങ് എനിക്ക് അച്ഛന്റെ മാതിരിയാണ്, കുറൂരമ്മ അമ്മയെപ്പോലെയും. 2 പേരോടും എനിക്ക് ഒരേപോലെയുള്ള സ്നേഹമാണ്. പക്ഷെ 7 ജന്മമായി അഗാധമായ ഭക്തിയോടെ എന്നെ ഭജിക്കുന്ന ആളാണ് കുറൂരമ്മ. ആ അമ്മ ഒരാളുടെ അസുഖം മാറുമെന്ന് പറഞ്ഞാൽ അത് നടത്തിക്കൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങ് എന്റെ ഭക്തനായിട്ട് ഇത് 3ാമത്തെ ജന്മമല്ലേ ആയുള്ളൂ, ധാരാളം സമയം ഇനിയുമുണ്ടല്ലോ. ഇത് കേട്ടതും സത്യം തിരിച്ചറിഞ്ഞ സ്വാമിയാർ കൃഷ്ണനെ പ്രണമിച്ചു.